നിങ്ങൾ കേട്ടില്ല, മിന്നുന്നൊന്നും പൊന്നല്ല. അതുപോലെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ചില ആകർഷണ വലയത്തിൽ നമ്മൾ പെട്ടിട്ട് നമ്മൾ ബോധമില്ലാണ്ട് ചിലപ്പോൾ അവിടെ നിന്നും ഒരാളും പറയേണ്ടത് ഫ്രീ 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 എന്ത് ഫ്രീ, പൈസ ഒന്ന് വെച്ചാൽ 2, 2 വെച്ചാൽ 10, ഇതൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം നമുക്കെന്തോ ലാഭം കിട്ടുന്നതാണ് നമ്മളെ വിചാരം. പക്ഷേ അവസാനം നമുക്കറിയാമല്ലോ, അവർക്ക് ലാഭം കിട്ടാത്ത ഒരു പണിയും ഒരു ബിസിനസ്സുകാരും ചെയ്യില്ല. അവർ നമ്മളിങ്ങനെ ഇതുപോലെ ആകർഷിപ്പിക്കും. അതൊക്കെ ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടല്ലോ. നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചേ പറ്റൂ, നമ്മൾ കാണിച്ചേ പറ്റൂ, നമ്മുടെ പൈസ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാ സൂയിക്കളല്ലേ. പക്ഷെ ഇവിടെ വിഷയം അതല്ല, ട്രാപ്പ് ചെയ്യും. ഇതുപോലെ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണക്കമെന്ന് പറയും 1 ലക്ഷം കിട്ടി, ഒരു കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷം ആവും എന്ന് പറയുമ്പോൾ നമ്മൾ ബോധം നമ്മളോട് പറയും അതൊക്കെ നടക്കുന്ന കാര്യമാണോ, 1 വർഷം കൊണ്ട് ഇങ്ങനെ 10 ലക്ഷം പണിയെടുത്തിട്ടാണ് അല്ലെങ്കിൽ ബിസിനസ് കറക്കിയിട്ടൊക്കെ പറ്റും. അതിൽ ചുമ്മാ തരിട്ടവാ എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ചടിപ്പിച്ചിട്ട് ആദ്യം കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടുകയും ചെയ്യും. 1 വർഷം കൊണ്ട് ചിലപ്പോൾ 10 ഇരട്ടിയൊക്കെ കൊടുത്തു തരും. പക്ഷേ അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് അവർ ആകർഷണ വലയത്തിൽപ്പെടും. എന്നിട്ട് ഒരൊറ്റ മുങ്ങല എത്രയോ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈടെ ചില വ്ളോഗേഴ്സൊക്കെ ഏതൊക്കെയോ പ്രോഗ്രാംസിനൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി അവർക്ക് എന്തെങ്കിലും കാപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും. അതും മേടിച്ച് അവരുടെ ഫാൻസ് മൊത്തം അത് വാങ്ങിച്ച് മൊത്തത്തിൽ അവർ ട്രാപ്പിലായി കേൾക്കുന്നില്ലേ. ഇതുപോലത്തെ മോഹന വാഗ്ദാനങ്ങൾ, വലയങ്ങൾ നമ്മളിങ്ങനെ ഗ്രസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം